മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് മീനാക്ഷി രവീന്ദ്രൻ. മീനാക്ഷിയുടെ വാർത്തകൾ ഇതിനു മുൻപും തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് എന്ന് പറയാം. ഇപ്പോഴിതാ താരം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുകയാണ് എന്നുകൂടി പറയുന്ന തരത്തിൽ ഒരു പ്രത്യേകമായ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. കാമുകനുമായി പിരിഞ്ഞു, കാരണം മതപരം, പൊട്ടിക്കരഞ്ഞ മീനാക്ഷി, പെണ്ണെ നീ നിർത്തിക്കോ എന്ന ആരാധകരും ഇതിനനുസരിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെ വസ്ത്രം തിരഞ്ഞെടുക്കണമെന്നും ധരിക്കണമെന്നുമുള്ളത് എൻ്റെ തീരുമാനമാണ്. എന്നെ ഞാനായി അംഗീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവരുടെ പിന്തുണയാണ് എന്നെ നയിക്കുന്നത്. എല്ലാവരെയും തൃപ്തരാക്കി ജീവിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന ആഗ്രഹം തനിക്കില്ലെന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ മീനാക്ഷി പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട്. രസകരമായ ചിരിയുണർത്തുന്ന രീതിയിലാണ് എത്താറുള്ളത്. ഇപ്പോഴിത് അത്തരത്തിലൊന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പറയുന്നത്. വീഡിയോ ആക്കിയാണ് മീനാക്ഷി ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി കരയുന്നതെന്ന് ഓർത്താണ് പ്രേക്ഷകരെല്ലാവരും ഓടിയെത്തിയത്. മീനാക്ഷി കരയുന്നത് കണ്ടപ്പോൾ ആദ്യം ഭയന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു. ഇപ്പോൾ താരത്തിൻ്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ദേവി, ഞാൻ ഫ്രം ഗന്ധർവൻ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ക്യാപ്ഷൻ. പൊട്ടിക്കരഞ്ഞുള്ള വീഡിയോ കണ്ടത് ശരിക്കുമുള്ളതാണോ എന്ന് ചിലരുടെ സംശയമെത്തി. നിമിഷനേരം കൊണ്ടാണ് വീഡിയോ വൈറലായി മാറിയത്. ഗൈസ് ചിൽ, ഇതൊരു സർക്കാസ്റ്റിക് വീഡിയോ ആണ്, അല്ലാതെ കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു കരുതലിന് കൂടി ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മീനാക്ഷി. എന്നോടുള്ള കരുതലിന് നന്ദി. ആ കരച്ചിൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്, ആക്ടൻ മാത്രം. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? മേലാൽ ഇങ്ങനെ ചെയ്യരുത്, നിർത്തിക്കോ പെണ്ണെ. ഇങ്ങനെ തുടങ്ങുകയാണ് മീനാക്ഷിയുടെ കമൻറ്റിന് താഴെയുള്ള എല്ലാ വിശേഷങ്ങളും. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുത്തു. വയസ്സാം കാലത്ത് ഓരോ ഇളക്കങ്ങൾ എന്നായിരുന്നു ബാലുവും പാർവതിയും വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ, അതായത് സഹോദരനും നാത്തൂനും വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ മീനാക്ഷി പങ്കുവച്ചത്. എൻ്റെ സഹോദരനെ മറ്റൊരാൾ സോൾമേറ്റായി കാണുന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്ന് മീനാക്ഷി കുറിച്ചിരുന്നു. ഞാനെപ്പോഴും റൊമാൻറ്റിക് ആണെന്നായിരുന്നു ബാലുവിൻ്റെ മറുപടി. അതല്ല, എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണില്ലെന്ന് പറഞ്ഞു നടന്ന നീ മനസ്സിലേക്ക് വരുന്നു എന്നാണ് മീനാക്ഷിയുടെ മറുപടി. എല്ലാം നിന്റെ ഭാഗ്യം എന്നായിരുന്നു പാർവതിയോട് മീനാക്ഷി പറഞ്ഞത്. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് പൊട്ടിക്കരഞ്ഞ് മീനാക്ഷി എത്തുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ ആദ്യം പൊട്ടിക്കരഞ്ഞെത്തിയ മീനാക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായി ഓടിയെത്തിയത്. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്നും വന്നില്ല. എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊന്നും ഭയന്നിരുന്നു. ഇപ്പോൾ നടിമാരെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാൻ ശ്രമിക്കാറുണ്ട്. പ്രേക്ഷകരെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് പ്രേക്ഷകരെല്ലാവരും ഭയന്നത് എന്നതുകൂടി പറയാം. ആരാധകർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ മീനാക്ഷിക്ക് എന്തിനായിരുന്നു വിഷമമെന്നും ചോദിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. ആരാധകരും ഇത് തന്നെയാണ് പറയുന്നത്. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹവും ലഭിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ വീഡിയോ കണ്ട എല്ലാവരും അത് തന്നെയാണ് അനുഭവമായി പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.